വേണ്ടതെല്ലാം കിട്ടിയോ തിരുമേനി? കിട്ടി, അതുകൊണ്ടാ വൈകിയത്. അറിഞ്ഞോ വിശേഷം? തിരുമേനിയെ തേടി രണ്ടുപേരും വന്നിരുന്നു. ഉണിക്കോമൻ അയച്ചൊരു പടയാളിയും സഹായിയും. രണ്ടിനെ ഞാൻ വിരട്ടി വിട്ടിട്ടുണ്ട്. എപ്പോഴാണ് അവർ വന്നത്? കാലത്തായിരുന്നു. കുമാരൻ അവരെ ഇങ്ങോട്ട് കടത്താതെ തിരിച്ചയച്ചത് കൊണ്ട് അവർക്ക് സംശയം തോന്നിക്കാണുമോ ആവോ? എങ്കിലത് അപകട. അങ്ങനെയാണെങ്കിൽ തിരുമേനി രാത്രി തന്നെ പുറപ്പെടുന്നതല്ലേ ബുദ്ധി? എന്റെ കാര്യത്തിൽ എനിക്ക് വേവലാതില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ ഒളിച്ചു പാർക്കുന്നുണ്ടെന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാലോ? ആ പേടി വേണ്ട. ഈ ആദിവാസി കൂട്ടത്തിനല്ലാതെ മറ്റാർക്കും അതറിഞ്ഞൂടാ. അവരിൽ ഒരാളും സ്വന്തം തല പോയാൽ പോലും ഇത് വേറൊരാളോട് പറയില്ല. അത്രയ്ക്ക് കൂറുള്ള കൂട്ടരാണ്. ഒന്ന് ആഞ്ഞു നടക്കണ ചെമ്പു. വയറ്റി കാറ്റ് വീഴുമ്പം ആഞ്ഞു നടക്കാൻ പറഞ്ഞ എങ്ങനെയാ? പലതും ഉള്ളിൽ ചെന്നിട്ട് നേരത്തോട് നേരമായി. തന്നെ കൊണ്ട് ഇറങ്ങിയത് എന്റെ തെറ്റ്. ആരാണ് നിങ്ങളൊക്കെ? കച്ചവടക്കാരാണ്. എന്ത് കച്ചവടം? പച്ചമരുന്ന്. എന്തിനാണ് ഈ ആൾമാറാട്ടം തിരുമേനി? അങ്ങ് ജാതവേദൻ വൈദ്യനല്ലേ? നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. ഒരു പോവാ. ഇനി ഇവർ രണ്ടുപേരും ഇലവങ്കോട് ദേശം കാണരുത്. മണ്ഡപത്തിന്റെ അവിടെ ഉണ്ടാവണം. ഞാൻ എത്തിക്കോളാം. തമ്പുരാട്ടി അകത്തുണ്ടോ? ആരോ വന്നിരിക്കുന്നു. ഇവിടെ ആരോ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. കയറി നോക്കിക്കോളാൻ പറയൂ. തമ്പുരാട്ടി, ഞാൻ ശല്യപ്പെടുത്താൻ വന്നതല്ല. എന്റെ പേര് ജാതവേദൻ. വൈദ്യവൃത്തി ചെയ്യുന്ന ഒരു ബ്രാഹ്മണനാണ്. ഒരു പ്രധാന ദൗത്യവുമായിട്ടാണ് ഞാൻ തമ്പുരാട്ടിയെ കാണാനെത്തിയിരിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം പറയാം. അതീവ രഹസ്യമാണ് എന്റെ ദൗത്യം. എന്റെ വൃത്തിയാണ്. അവളെ വൈദ്യർക്ക് വിശ്വസിക്കാം. രാരുവാശാന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ വന്നിരിക്കുന്നത്. കോവിലകത്തെ കുഞ്ഞുങ്ങളുടെ എഴുത്താശാനായിരുന്ന രാരുവോ? അതെ. ആശാൻ കാട്ടിലൊരിടത്തുണ്ട്. നന്ദിനിയും ബലദേവനും ഉണ്ട് ഒപ്പം. ആശാന്റെ സംരക്ഷണയിൽ അവർ സുഖമായിരിക്കുന്നു. ഭഗവതി രക്ഷിച്ചു. ഒരു സങ്കടമേ ഉള്ളൂ. ഈ സന്തോഷ വാർത്ത കേൾക്കാൻ എന്റെ ഹരിതത്തിനില്ലല്ലോ എന്ന്. അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടെയായാലും തമ്പുരാട്ടിയുടെ മകനെ ഞാൻ കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ചിലത് ആലോചിക്കാൻ കൂടിയാണ് എന്റെ വരവ്. തമ്പുരാട്ടി സമാധാനിക്കുക. നിന്റെ ഭർത്താവും മകനും എന്നെ പറ്റിച്ചെന്ന് കരുതി സന്തോഷിക്കണ്ട. എവിടെ ഒളിച്ചോടിയാൽ അവരെ ഞാൻ പിടിക്കും. നോക്കിക്കോ.
ഇനി ഈ ശങ്കരി മഠത്തിൽ നിന്ന് ഒരു ഈച്ചയും ഞാൻ അറിയാതെ പുറത്തു പോകാൻ പാടില്ല. അടിയൻ ഈ വീട്ടിൽ ഇനി ഒരു പുരുഷനെയും കണ്ടുപോകരുത്. കണ്ടാൽ നിന്റെ തലയായിരിക്കും ആദ്യം പോവുക. ഈ പടിപ്പുര മേലാൽ അകത്തുനിന്ന് പൂട്ടാനും പാടില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ? വീട് വിട്ടുപോയി ഏറെ നാൾ കഴിഞ്ഞ് ഒരു ഉത്രാട രാത്രിയിൽ എന്റെ ഭർത്താവ് ഞങ്ങളെ കാണാനായി വന്നു. ഒന്ന് കണ്ട് 2 വാക്ക് പറഞ്ഞിട്ട് തിരിച്ചു പോകാമെന്ന് കരുതിയാണ് വന്നത്. പക്ഷെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. നേരം വെളുത്തതൊട്ട് അറിഞ്ഞതുമില്ല. എടാ നേത്ര, ഇറങ്ങി പുറത്ത് വാടാ പ്രമാണി. ഈ ഉള്ളിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇറങ്ങി പുറത്ത് വന്നില്ലെങ്കിൽ ഇല്ലത്തിന് തീ വയ്ക്കും. അങ്ങ് പുറത്തേക്ക് പോകരുത്. പുറത്ത് വന്നില്ലെങ്കിൽ എല്ലാത്തിനെയും ചുട്ട് ചാമ്പലാക്കും. ഇറങ്ങി വാടാ പ്രമാണി. അങ്ങ് പുറത്തേക്ക് പോകരുത്. എന്ത് പേടിച്ച് പിന്മാറാനോ? അങ്ങനെ ഒരു പാരമ്പര്യം ഈ ശങ്കരി മഠത്തിനില്ല. അടിയനും ഇറങ്ങട്ടെ. വേണ്ട ശങ്കര, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ശങ്കരൻ പിൻവാതിലൂടെ സ്ഥലം വിട്ടോളൂ. പോരാളികളുടെ വീര്യം കെടുത്തരുത്. അവരെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഒരു തുടരണം. പോയിക്കോ. ഞാനും ഉണ്ടോ? വേണ്ട ഹരി, ഇപ്പോൾ ഞാൻ മതി. ഇറങ്ങി വാടാ നേത്ര. മകനെ, പോകരുത്. നമുക്ക് നേർക്ക് നേർ നോക്കാം അല്ലേ? മാറൻ, അടിയുള്ളപ്പോ അങ്ങ് ഇറങ്ങണ്ട. അതും ശരിയാ. പടനായകനെ തോൽപ്പിച്ചിട്ട് മതി നാടുവാഴിയെ നേരിടാൻ, അല്ലേ തമ്പുരാനെ? പടനായകനും നാടുവാഴിയും രണ്ടുപേരും ഒന്നിച്ചു വരും. ഞാൻ ഒറ്റയ്ക്ക് മതി. എന്റെ മോനെ. എന്റെ പൊന്നു മകൻ പോകരുത്. പടനായകൻ നമ്മുടെ ജോലി എളുപ്പമായി അല്ലേ പടനായക? ഇവനെയും കയ്യോട് അച്ഛൻ തമ്മിലൊപ്പം അയച്ചാലോ? അരുത്. കാണാൻ നല്ല ചേല്, അത്യാവശ്യം വീറും. ഇവനെ എനിക്ക് ആവശ്യമുണ്ട്. നേരെ കോലത്തെ കൊണ്ടുപോ. എന്റെ മകനിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഒരു പക്ഷേ ആ ദുഷ്ടൻ അവനെയും. വാസ്തവം അറിയാതെ ഇങ്ങനെ വിലപിച്ചിട്ട് കാര്യമില്ല തമ്പുരാട്ടി. കോവിലകത്ത് എത്തിയാൽ ഉടൻ ഞാൻ എല്ലാ വിവരങ്ങളും അന്വേഷിക്കാം. ആരാകത്ത് വാതിൽ തുറക്കൂ. വാതിൽ കുറ്റിയിട്ടത് ആരാ? വാതിൽ കേട്ടില്ലേ? നോക്കി നിൽക്കണ, ചവിട്ടി തുറക്കണ. വാതിൽ തുറക്കാൻ തുറക്കാൻ. തലപ്പാവ് ധരിച്ച ഒരാൾ ഇവിടെ വന്നില്ലേ? ഞാൻ ആരെയും കണ്ടില്ല. കണ്ടില്ലേ? പിന്നെ എവിടെ പോയി അയാൾ? സത്യം പറ, അയാൾ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ആരെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. അകത്തെങ്ങും ആരും കാണാനില്ല.
അവര് പോയി. പോയി വരാം. പേടിക്കണ്ട, ഞാനാണ്. ഞാൻ കോവിലകത്തേക്ക് പോവുകയാണ്. നേരം വെളുക്കുന്നതിന് മുമ്പ് നീ വള്ളവുമായി ചന്തക്കടവിലെത്തണം. വള്ളം കടവിൽ കെട്ടിയിട്ടിട്ട് നീ മാറി നിൽക്കണം. കോവിലകത്തെ ജോലിക്കാരെ അയച്ച് ഞാൻ മരുന്നുകൾ എടുപ്പിച്ചോളാം. പിന്നൊരു കാര്യം, നീ ഇലവങ്കോട്ട് തന്നെ ഉണ്ടാവണം. രാത്രിയാവുമ്പോൾ ഈ കെട്ടിടത്തിനകത്തോ പുറത്തോ തങ്ങാം. പക്ഷേ എല്ലാം വളരെ സൂക്ഷിച്ചു വേണം. ചുറ്റിലും ശത്രുക്കളാണ്, അത് ഓർമ്മ വേണം. രാജാവിന്റെ അനന്തരവൻ ഹരിതത്തനെ തറയിലാണ്. എന്നെ വിശ്വസിക്കൂ, ഞാൻ ശത്രുവല്ല. നിങ്ങളുടെ എല്ലാം മോചനമാണ് എന്റെ ലക്ഷ്യം.
ഒരുത്തനല്ലേ? ആരാണ്? അതൊക്കെ അനിയൻ വഴി അറിഞ്ഞാൽ മതി. തൽക്കാലം ഒന്ന് മാത്രം പറ.